ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതല ഏറ്റതിനു ശേഷം നമ്മുടെ ശബ്ദമാന്ത്രികൻ റസൂൽ പൂക്കുട്ടി 24-നൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എങ്ങനെ കാണുന്നു? കാരണം മന്ത്രവാദി ടൈറ്റിൽ എനിക്ക് തരല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മാന്ത്രികൻ എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഓസ്കാർ പോലും അങ്ങേ തേടിയെത്തി. ഇപ്പോൾ പുതിയൊരു അംഗീകാരം കൂടി തേടി എത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം അക്കാദമിയുടെ ചെയർപേഴ്സണായിട്ട് വരുന്ന ആദ്യത്തെ ടെക്നീഷ്യനായിരിക്കാം ഞാൻ. അപ്പോൾ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിബദ്ധത ഞാനതിൽ കാണുന്നു. ഇത് മുഖാന്തരം എൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് ടെക്നിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഉള്ളൊരു വലിയ പ്രചോദനമായിട്ട് ഞാനത് കാണുന്നു. അത് എനിക്കൊരു വലിയ അംഗീകാരമാണ്. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞത്. പിന്നെ മലയാള സിനിമ, മലയാള ഭാഷ, നമ്മുടെ കേരളം, ഞാൻ സിനിമ കണ്ടു പഠിച്ച വളർന്ന തലസ്ഥാനം, ഇവിടേക്ക് എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മുടെ അമ്മ തന്നെ നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടാകത്തില്ലേ? ആ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഞാൻ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇവിടം വരെ എത്തിപ്പെട്ടുവല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ പ്രിയദർശൻ, അതുപോലെ തന്നെ കമൽ, ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിരുന്ന ഒരു ഹോട്ട് സീറ്റ് കൂടിയാണ്. ഇപ്പോൾ വേഷം കൊണ്ട് പോലും വ്യത്യസ്തനാണ്. അങ്ങ് പറഞ്ഞ പോലെ ടെക്നീഷ്യനായിട്ടുള്ള ആദ്യത്തെ ഒരാളാണ്. വേഷം കൊണ്ട് പോലും വ്യത്യസ്തനായിട്ടൊരാൾ. അക്കാദമിയുടെ പ്രവർത്തനങ്ങളിലും അത്തരം ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരു അജണ്ടയായിട്ടൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് അക്കാഡമിയുടെ ഡേ ടു ഡേ ഫങ്ഷനിങ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ കാണുന്നത് ഇതൊന്നുമല്ല. അപ്പം ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നുമല്ല. അതൊക്കെ അവർ ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്ക് മുന്നിലുണ്ടായിരുന്ന ആളുകൾ വളരെ പ്രഗത്ഭമായിട്ട് കേരളം എന്ന കൊച്ചു സ്ഥലത്തുള്ള ഒരു ഫെസ്റ്റിവലിനെ ലോകത്തിലെ അറിയപ്പെടുന്ന, ഇന്ന് കണക്കാക്കുന്ന 10 വലിയ ഫെസ്റ്റിവൽ ഒരു ഫെസ്റ്റിവലാക്കി അവരെ മാറ്റി. അത് നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് മലയാള സിനിമ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കഴിഞ്ഞ 10 വർഷത്തെ ഒരു മലയാള സിനിമ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗോൾഡൻ പീരീഡ് ഓഫ് മലയാളം സിനിമ. ഇതുണ്ടായിരുന്ന കാലഘട്ടമാണ് 80-കളിൽ മലയാള സിനിമ എങ്ങനെയായിരുന്നു. പിന്നെ ഇറാനി സിനിമകൾ അത് കൊണ്ടുപോയി. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇറാനി സിനിമയിലേക്ക് മാറി. ഇന്നത് തിരിച്ച് മലയാള സിനിമയിലേക്ക് വരുന്ന സമയമാണ്. അതിന് കാരണം തീർച്ചയായിട്ടും നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തു വെച്ച വർക്കിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു പ്രത്യേക അജണ്ടയായിട്ടൊന്നുമില്ല. എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു മോഡേൺ ഫിലിം മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് AI എൻ്റെ ചലഞ്ചസാണ്. അത് നമ്മുടെ പുതിയ തലമുറയെ അത് സ്വാംശീകരിക്കുവാനും അത് വെച്ചിട്ട് നമുക്ക് സ്റ്റോറി ടെല്ലിങ് എങ്ങനെ കൊണ്ടുപോകാനും മുന്നോട്ട് എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാനും ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ പുതിയ ടെക്നോളജി എങ്ങനെ നമുക്ക് പ്രാപ്തമാക്കാമെന്നും അത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു ബജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ നിന്നും എങ്ങനെ അത് നമുക്ക് പ്രാപ്തമാക്കി എടുക്കാമെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചിന്തിക്കുന്നത്. കാര്യം കേരളം ഒരു വളരെ ചെറിയ സ്ഥലമാണ്. ഒരു വളരെ കുറഞ്ഞ ബോംബെയുടെ അത്രയും പോലും പോപ്പുലേഷൻ ഇല്ല മൊത്തം കേരളം മൊത്തത്തിൽ. അവിടെ നിൽക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി, ഒരു 200ഓളം സിനിമകൾ ഒരു വർഷം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹങ്കർ ഉണ്ട് ഇതിലേക്ക്. അപ്പം കേരളത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ലിറ്റററി വർക്ക്, അപ്പോൾ ഇത് പോയിട്രി ആയാലും നോവലായാലും ഷോർട്ട് സ്റ്റോറീസ് ആയാലും അത് മാറിയിട്ട് ഇപ്പോൾ പുതിയൊരു ജനറേഷന് വരുന്നത് സ്ക്രീൻ റൈറ്റിങ്ങിലേക്കാണ് പുതിയൊരു താല്പര്യം വരുന്നത്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കുന്ന സ്ക്രീൻ റൈറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ക്രീൻ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് ജനറേറ്റീവ് AI. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ അക്കാഡമിക്കായിട്ട് നമുക്ക് ഇതിനെ ഒന്നിൽ കൗണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ പാത വഴികൾ. അപ്പം ചെയ്യാനുള്ളതെല്ലാം എനിക്ക് മുന്നേ ഇരുന്ന ആളുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ആസ് ഫാർ ആസ് ക്രിയേറ്റിംഗ് ഫെസ്റ്റിവൽ, ആസ് ഫാർ ആസ് ക്യൂറേറ്റിംഗ് ഇറ്റ്, ആസ് ഫാർ ആസ് ടേക്കിംഗ് ഇറ്റ് ടു പീപ്പിൾ, ദേ ഹാവ് ഡൺ എവറിഥിങ്. നൗ വാട്ട് ഈസ് റിമൈനിങ് ഈസ് അക്കാഡമിക്സ്. അക്കാഡമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണല്ലോ. അതിലേക്ക് ആയിരിക്കും എൻ്റെ കൂടുതൽ ശ്രദ്ധ. ഈ ഇന്ത്യൻ സിനിമയ്ക്കപ്പുറം ലോക സിനിമയുടെ ഒരു ഭാഗമായി തിരക്കാണ് അങ്ങേക്ക്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പൂർണ്ണമായി ഈ സ്ഥാനത്തിനായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, ഞാൻ മൂന്ന് വർഷം ഇതിനു മുമ്പ് 3 വർഷം ഞാൻ GCയിൽ ഇരുന്നിട്ടുണ്ട്. ഞാനൊരു മീറ്റിംഗ് ഞാൻ വിട്ടിട്ടില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ ടൈമിൽ നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നാലും നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് ഇപ്പം അക്കാഡമിയുടെ മീറ്റിങ്ങുകൾ തന്നെ, അതായത് ഓസ്കറിൻ്റെ മീറ്റിങ്ങുകൾ തന്നെ ഞങ്ങളാരും ഫിസിക്കലി പ്രസൻറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരുപാട് MPSൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്സ് ഒക്കെ. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഫിസിക്കലി അവൈലബിൾ ആണോ ഇവിടെ, ഞാൻ എവിടെയാണെങ്കിലും അവൈലബിൾ ആയാൽ മതിയല്ലോ.
അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. എന്നാലും ചില വിവാദങ്ങൾ ഇതിലുണ്ട്, അത് പറയാതെ പോകാൻ കഴിയില്ല. ഈ പ്രേംകുമാറിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? പ്രേംകുമാറിനുമായി ഇതിൽ സംസാരിച്ചിട്ടുണ്ടോ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ്? ഇല്ല, ഞാൻ പ്രേംകുമാറിനെ വിളിച്ചിട്ടില്ല. കാരണം വിളിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കറിയില്ലല്ലോ, നിങ്ങൾ എന്നെ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ള വിവരം പോലും എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് അറിഞ്ഞത്. പിന്നെ നിങ്ങൾ പത്രക്കാർ ഇങ്ങനെ വാർത്തകൾ വിടുന്നു എന്നുള്ളത് കേട്ടിട്ട് എന്നോട് വിളിച്ച് ചോദിക്കുന്നതോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും വിവാദം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ വിവാദം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒപ്പീനിയൻസ് ആർക്കും പറയാമല്ലോ. അതിനെന്തിനാ വിവാദം എന്ന് പറയുന്നത്? ആ വാക്കുകൾ തന്നെ തെറ്റല്ലേ? എന്തായാലും അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സിനിമ കുറിച്ച് പറയാതിരിക്കാനില്ല. പുതിയ എന്തൊക്കെയാണ് സിനിമകൾ, പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? 4 സിനിമകൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു 3 സിനിമ ഈ നവംബർ എൻഡോടുകൂടി പുറത്തു വരുന്നുണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ സിനിമ, ഡിസംബർ റിലീസാണ്. ഒരു ഹിന്ദി ഫിലിമുണ്ട്, 2 ഹിന്ദി ഫിലിമുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ഫിലിമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയ ബ്രിട്ടീഷ് ഫിലിം സൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണ് ഞാൻ. ഏകദേശം 3rd വീക്ക് ഓഫ് നവംബർ ഞാൻ അതിന് വേണ്ടി ലണ്ടനിലേക്ക് പോവാണ്. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അമീർ ഖാൻ്റെ സിനിമയുണ്ട്. ഐ എം ക്വൈറ്റ് ബിസി. പിന്നെ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഫിലിം ഐ ആം ആക്ച്വലി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. എനിക്ക് കുറച്ച് പേഴ്സണൽ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണത്തിൽ ഞാൻ എൻ്റെ കുറച്ച് നെക്സ്റ്റ് ഡയറക്ടോറിയൽ ഞാൻ വർക്ക് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആൾറെഡി എൻ്റെ സബ്ജക്റ്റും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേരളത്തിനെ പറ്റിയുള്ള സിനിമയായിരിക്കും. കേരളത്തിൻ്റെ ഒരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അതിൽ തീർച്ചയായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്ന സിനിമയാണ്. അതും ഈ അപ്പോയിൻമെൻറ്റോട് യാതൊരു ബന്ധമില്ല. എന്തായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നതിനപ്പുറം, ആ ഒരു ടെക്നീഷ്യൻ എന്നതിനപ്പുറം റസൂൽ പൂക്കുട്ടി എന്ന വ്യക്തിക്ക് ശോഭിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നാൽ മതി. തീർച്ചയായിട്ടും. താങ്ക് യു.